ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ. പുതിയ പുസ്തകമാണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ നമ്മുടെ രാജ്യത്തെ ഇന്ന് നിലവിലുള്ള കറൻസി നോട്ടുകൾ കണ്ടിട്ടുണ്ട്. ഏതിൻ്റെയൊക്കെയാണ്? 10 രൂപയുടെയുണ്ട്, 20 രൂപയുടെയുണ്ട്, 50 രൂപയുടെയുണ്ട്, 100 രൂപയുടെയുണ്ട്, 200 രൂപയുടെയുണ്ട്, 500 രൂപയുടെയുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നോട്ടിൻ്റെ മറുവശത്ത് എന്താ കാണുന്നത്? നമ്മുടെ രാജ്യത്തെ പൈതൃക കേന്ദ്രങ്ങളാണ് കറൻസി നോട്ടുകളുടെ മറുവശത്ത് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് ആ പൈതൃക കേന്ദ്രങ്ങൾ? 10 രൂപയിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഏത് സംസ്ഥാനത്താണ്? ഒറീസ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒറീസയിലാണ്. 20 രൂപയിലുള്ളത് എന്താണ്? എല്ലോറ ഗുഹകളാണ്. ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. 50 രൂപയിലുള്ളത് ഹംപിയാണ്. ഹംപി കർണാടകത്തിലാണ്. 100 രൂപയിലുള്ളത് റാണി കി വാവ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. 200 രൂപയുടെ നോട്ടിൽ സാഞ്ചി സ്തൂപം, മധ്യപ്രദേശ്. 500 രൂപയിൽ ചെങ്കോട്ടയാണ്. ചെങ്കോട്ട എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ രാജ്യത്ത് 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള അധികാരം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നമ്മുടെ രാജ്യത്ത് 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ RBIക്കാണ്. നിലവിലുള്ള പുതിയ കറൻസി നോട്ടുകളായ 10, 20, 50, 100, 200, 500 എന്നിവയിലുള്ള പൈതൃക കേന്ദ്രങ്ങൾ ലോക പ്രശസ്തമായതും യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചവയുമാണ്. ഓക്കെ, ശരി. നോക്കിക്കേ, ഇവിടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ് ഈ ചിത്രം. ഇത് ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലേ? എന്താണ്? നമ്മുടെ ചെങ്കോട്ടയുടെ ചിത്രമാണ് അല്ലേ? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. അപ്പോൾ ഇതെന്തിന്റെ ചിത്രമാണ്? ഹംപിയുടെ ചിത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 രാജ്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, 2 വ്യത്യസ്ത രാജവംശങ്ങളുടെ കാലത്ത് മുഗൾ ഭരണകാലം, വിജയനഗര രാജവംശം നിർമ്മിക്കപ്പെട്ടവയാണ് ഹംപിയും ചെങ്കോട്ടയും. ഒന്ന് ഉത്തരേന്ത്യയിലും മറ്റൊന്ന് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലുമാണ്. നോക്കിക്കേ, ചെങ്കോട്ടയുടെയും ഹംപിയുടെയും സവിശേഷതകൾ. ചെങ്കോട്ട 1648 മുഗൾ ഭരണാധികാരിയായ ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ചു. യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. യഥാർത്ഥ പേര് ഖിലായി മുബാറക്. ലാൽ ഖില എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ രീതിയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഹംപി വിജയനഗര കാലഘട്ടത്ത് നിർമ്മിച്ചു. ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ്. തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ദ്രാവിഡ ശൈലിയിൽ നിർമ്മാണം. പ്രസിദ്ധ ശിവക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രം ഇവിടെയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. നോക്കിക്കാൻ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് മുഗൾ ഭരണം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ്. എന്നാണ് 1526. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? നോക്കിക്കേ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അവരുടെ കാലഘട്ടം എപ്പോഴാണ്? 1526 തൊട്ട് 1530 വരെ ബാബറാണ്. ഹുമയൂണ് 1530 തൊട്ട് 1540. രണ്ടാമതും അദ്ദേഹം ഭരിക്കുന്നുണ്ട്. നമ്മളിത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. 1555 തൊട്ട് 1556 വരെ. അക്ബർ 1556 ടു 1605. ജഹാംഗീർ 1605 ടു 1627. ഷാജഹാൻ 1628 ടു 1658. ഔറംഗസേബ് 1658 ടു 1707. ഓക്കെ,
നോക്കിക്കേ, ഒന്നാമത്തേത് ബാബർ. നമ്മൾ നോക്കുന്നത് പ്രധാന മുഗൾ രാജാക്കന്മാരെ കുറിച്ചാണ്. ബാബർ 1483 to 1530 അദ്ദേഹത്തിന്റെ കാലഘട്ടം. പൂർണ്ണനാമം എന്താണ്? സഹിറുദ്ദീൻ മുഹമ്മദ്. ബാബർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സിംഹം. മുഗൾ രാജവംശ സ്ഥാപകനാണ് അദ്ദേഹം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മുഗൾ രാജവംശ സ്ഥാപകൻ ആരാണ്? ബാബർ ആണ്. ഓർമ്മക്കുറിപ്പ് എന്താണ്? തുസൂക്കി ബാബറി. അടുത്തത് ഹുമയൂൺ. 1508 to 1556 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. പൂർണ്ണനാമം നാസിർ അൽ ദിൻ മുഹമ്മദ്. ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭാഗ്യവാൻ. മുഗൾ രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഹുമയൂൺ. അക്ബർ 1542 to 1605. പൂർണ്ണനാമം അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. അക്ബർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മഹാൻ. മുഗൾ വംശത്തിലെ പ്രശസ്തനായ രാജാവാണ് അക്ബർ. മുഗൾ വംശത്തിലെ പ്രശസ്തനായ രാജാവ് ആരാണ്? അക്ബർ ആണ്. അടുത്തത് ജഹാംഗീർ. 1569 to 1627 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. മുഗൾ വംശത്തിലെ നാലാമത്തെ ഭരണാധികാരിയാണ് ജഹാംഗീർ. മുഴുവൻ പേര് നൂറുദ്ദീൻ സലീം ജഹാംഗീർ. ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോക ജേതാവ്. ആത്മകഥ തുസൂക്കി ജഹാംഗീരി. നൂർജഹാൻ 1577 to 1645. ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യയാണ് ആര്? നൂർജഹാൻ. മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തയായ ഭരണാധികാരിയാണ് നൂർജഹാൻ. യഥാർത്ഥ പേര് മെഹർ ഉൻ നിസ. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ പ്രകാശം. അടുത്തത് ഷാജഹാൻ. 1592 to 1666. ഷാജഹാന്റെ യഥാർത്ഥ പേരെന്താണ്? മിർസ ഷഹാബ് ഉദ്ദീൻ മുഹമ്മദ് ഖുറം. ഷാജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ രാജാവ്. താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ എന്നിവ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. അടുത്തത് ഔറംഗസീബ്. 1618 to 1207. പൂർണ്ണനാമം മുഹീദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ്. പൂർണ്ണനാമം മുഹീദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് ആലംഗീർ. മുഗൾ രാജവംശത്തിന്റെ വിസ്തൃതി കൂടുതൽ വ്യാപിപ്പിച്ചത് ആരാണ്? ഔറംഗസീബ്. ഓക്കെ. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഔറംഗസീബിന്റെ കാലത്തെ മുഗൾ രാജവംശത്തിന്റെ ഭൂപടം കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഔറംഗസീബിന്റെ കാലത്തെ മുഗൾ രാജ്യം 1707. ഇന്ത്യയുടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നു മുഗൾ ഭരണം ഉണ്ടായിരുന്നത്? ഇന്ത്യയിലുണ്ടായിരുന്നു, ബംഗ്ലാദേശിലുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു, പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അല്ലെങ്കിൽ അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ജസ്യൂട്ട് പാതിരി പീറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചന കുറിപ്പാണിത്. അപ്പോൾ ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. മതസഹിഷ്ണുത ഉള്ള ആളായിരുന്നു. തുല്യ പരിഗണന എല്ലാവർക്കും കൊടുത്തിരുന്നു. തുല്യനീതി നടപ്പിലാക്കിയിരുന്നു. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്ന ഒരു ചിത്രമാണ് കാണിച്ചേക്കുന്നത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു.
വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിന്നി ലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഫത്തേപൂർ സിക്രിയുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. എന്റെ അനുയായികൾക്ക് മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹി കുൽ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താൻ ആയിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മുഗൾ ഭരണരീതി. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണമാണ് ഇവിടെ കാണുന്നത്. മുഗൾ ഭരണകാലത്ത് ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനയും പർഗാനകൾ ചേർന്ന സർക്കാരുകൾ ചേർന്ന സുബകളുമായി ക്രമീകരിക്കപ്പെട്ടിരുന്നു. അക്ബറിന്റെ ഭരണകാലത്ത് ഏകദേശം 15 സുബകളും ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഏകദേശം 20 സുബകളും ഉണ്ടായിരുന്നു. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അക്ബർ ചക്രവർത്തി ദിവാനി ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു ചിത്രമാണ് കാണിച്ചേക്കുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ ആരായിരുന്നു? രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ആരായിരുന്നു? കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു.
മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഏറ്റവും മുകളില് രാജാവും ഏറ്റവും താഴെ സാധാരണക്കാരുമാണ്. നടുക്ക് പ്രഭുക്കന്മാരും മധ്യവർഗവുമാണ് വരുന്നത്. ഓക്കെ. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐനി അക്ബാരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അബ്ദുൽ ഫസലിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐനി അക്ബാരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൽ ഫസൽ. ഇവിടെ പേർഷ്യൻ ചക്രത്തിന്റെ ചിത്രവ കാണിച്ചേക്കുന്നത്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കിക്കേ. ധാക്ക ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്ത്യയിലാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്തും ആഗ്രയും ഇന്ത്യയിലാണ്. സാംസ്കാരിക സമന്വയം. ഇവിടെ രസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയ കാണിച്ചേക്കുന്നത്. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താജ്മഹലിന്റെയും ആഗ്ര കോട്ടയുടെയും ചിത്രവ കാണിച്ചേക്കുന്നത്. വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം വിജയത്തിന്റെ നഗരം. വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. സി 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്.
അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. ഇവിടെ വിജയനഗര രാജവംശത്തിന്റെ ഭൂപടവും ഇന്ത്യയുടെ ഭൂപടവും കാണിച്ചിട്ടുണ്ട്. വിജയനഗര രാജവംശം ഇന്നത്തെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചിരുന്നു? കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. രാജവംശം, രാജാക്കന്മാർ, സവിശേഷതകൾ. സംഗമവംശം, ഹരിഹരൻ ബുക്കൻ, സ്ഥാപകർ, ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചു. സാലുവ വംശം, നരസിംഹ സാലുവ സ്ഥാപകനാണ്. ഏറ്റവും കുറച്ചുകാലം ഭരണം നടത്തിയ രാജവംശമാണ് സാലുവ വംശം. തുളുവ വംശം, വീര നരസിംഹൻ സ്ഥാപകനാണ്. കൃഷ്ണദേവരായർ പ്രശസ്തനായ ഭരണാധികാരിയാണ്. അഭിനവഭോജൻ, ആന്ധ്രാഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. അരവിന്ദു വംശം, തിരുമല സ്ഥാപകനാണ്. വെങ്കട ഒന്നാമൻ പ്രശസ്തനായ ഭരണാധികാരിയാണ്. ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിൽ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു ഏത്? വിജയനഗരം. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായർ. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നോക്കിക്കേ. ഏതൊരാൾക്കും യാതൊരു അസാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബാർബോസ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം ആർക്കായിരുന്നു? രാജാവിനായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെ ആയിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാരെന്ന പേരിലാണ് അറിയപ്പെട്ടത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനമെന്നാണ് വിളിച്ചിരുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. വിവിധ ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതീ സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും
മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഡോമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി പറഞ്ഞ കാര്യമാണ്. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് കൃഷി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്കു പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാരും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്ന് അറിയപ്പെട്ടു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് സാംസ്കാരികം. ഇവിടെ ഹസാര രാമക്ഷേത്രവും അതുപോലെ തന്നെ വിത്തല സ്വാമി ക്ഷേത്രവും കാണിച്ചിട്ടുണ്ട്. ഹംപിയിലാണ്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. വിരൂപാക്ഷ ക്ഷേത്രം, ഹംപി. ലോട്ടസ് മഹൽ, ഹംപി. സാഹിത്യ രംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററുകൾ കൂടെ നോക്കണം, മധ്യകാല ഇന്ത്യയെ കുറിച്ചൊക്കെ ഉള്ളത്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.